യോന 4-ാം അധ്യായം 11-ാമത്തെ വചനം. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഈ കഴിഞ്ഞ മാസം വളരെ പ്രിയങ്കരനായിരുന്ന ഒരു നാടക പ്രവർത്തകൻ, തിയേറ്റർ ആർട്ടിസ്റ്റ് വിജേഷ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. നാടൻ പാട്ടുകൾ കൊണ്ട്, നാടകങ്ങൾ കൊണ്ട് സ്കൂൾ കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് തൻ്റെ ശ്രോതാക്കളെയും വിസ്മയിപ്പിച്ചൊരു അമൂല്യ കലാകാരനായിരുന്നു വിജേഷ്. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ്. മനോഹരമായ, അർത്ഥമുള്ള, ആഴമുള്ള, ലളിതമായ പാട്ടുകൾ. ആ പാട്ടുകളിൽ നിന്ന് വളരെ പ്രസിദ്ധമായ ഒരു പാട്ടിൻ്റെ 4 വരികൾ യൗവനക്കാരനും നാടക പ്രവർത്തകനുമായ വിജേഷ് കഴിഞ്ഞ മാസം നമ്മിൽ നിന്ന് വേർപെട്ട ആ ചെറുപ്പക്കാരൻ ലോകത്തോട് പാടിയ പാട്ടിൻ്റെ 4 വരികൾ പാടി വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പാട്ട് ഇങ്ങനെയാണ്: നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാ. ഒരു പുതിയ ദേശത്ത്, ഒരു പുതിയ സ്ഥലത്ത് ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുത്ത് പ്രസംഗിക്കാൻ ദൈവം നിയോഗിച്ചൊരു മനുഷ്യനാണ് യോന. യോന പ്രവാചകൻ വിശുദ്ധ വേദപുസ്തകത്തിലെ ചെറിയ പുസ്തകങ്ങളിൽ വളരെ അനുഗ്രഹീതമായ സന്ദേശം ലോകത്തിന് നൽകുന്നൊരു പുസ്തകമാണ്. ഒരു കുഞ്ഞ് പ്രവചനം യോന, 4 അധ്യായങ്ങൾ മാത്രമുള്ളൊരു ചെറിയ പുസ്തകം. ആരാണ് യോനയെന്നും എന്താണ് യോന പ്രവാചകൻ്റെ ഉദ്ദേശമെന്നും ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഒരു മഹാനഗരത്തിൻ്റെ മാനസാന്തര കഥ വെളിപ്പെടുത്തുന്നതാണ് യോന. ഒരു മഹാനഗരത്തിൻ്റെ മാനസാന്തര കഥ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് യോന. നിനവെയാണ് പശ്ചാത്തലം. നിനവയെക്കുറിച്ച് ചരിത്രം പറയുന്നത് ലോകത്തിലെ ഏറ്റവും പൗരാണികമായ നഗരങ്ങളിലൊന്ന്, അശൂരിലെ അല്ലെങ്കിൽ അസീറിയയുടെ പ്രധാന പട്ടണവും ഒടുവിലത്തെ തലസ്ഥാനവുമായിരുന്നു നിനവെ. നിനവയെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യ പരാമർശം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 11-12 വാക്യങ്ങളിലാണ്. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുന്ന ജനതയുടെ പ്രതീകമായി, മാതൃകയായി നിനവയെ നമുക്ക് വിളിക്കാം. മാനസാന്തരപ്പെടുന്നവർക്കുള്ള ഒരു പ്രതീകം, അതാണ് നിനവെ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 40-41 വാക്യങ്ങളിലും ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വചനങ്ങളിലും യോന നിനവേക്കാർക്ക് അടയാളം ആയതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആകും എന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷകന്മാരിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി. ഇതാണ് യോന പ്രവാചകൻ്റെയും യോന പുസ്തകത്തിൻ്റെയും പ്രാധാന്യം. എന്നാൽ ഈ ചെറിയ പ്രവചന പുസ്തകം ഈ കാലയളവിലും നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം യോന പ്രവചനം സൂക്ഷ്മതയോടുകൂടി വായിച്ചാൽ പൊങ്ങച്ചങ്ങളും പൊള്ളത്തരങ്ങളും പൊളിച്ചടുക്കുന്ന ഗ്രന്ഥമായി യോന മാറുകയാണ്. മുൻവിധികളും നാട്യങ്ങളും മറനീക്കി വെളിപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമായി യോന പ്രവാചകൻ്റെ പുസ്തകം മാറുകയാണ്. ഏതൊക്കെയോ മനുഷ്യൻ്റെ ചില ധാരണകൾ, മനുഷ്യൻ പുലർത്തിപ്പോകുന്ന ചില വേർതിരിവുകൾ, മനുഷ്യൻ കൊണ്ടു നടന്ന ചില ബോധ്യങ്ങളെ ദൈവം വ്യത്യസ്തമായി മനുഷ്യനെ പഠിപ്പിക്കുന്നൊരു പുസ്തകമാണ് യോനയുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ നിന്ന് 3 അരുതുകൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ, 3 അരുതുകൾ കണ്ടെത്തി പങ്കിടുകയാണ് ഈ വചന ശുശ്രൂഷയുടെ ലക്ഷ്യം. 3 കാര്യങ്ങൾ. 1, യോനയുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന 1-ാമത്തെ പാഠം ആരും അന്യരല്ല എന്നാണ്. ആരും അന്യരല്ല. നഹൂം പ്രവാചകൻ്റെ പുസ്തകവും സെഫന്യാവിൻ്റെ പുസ്തകമൊക്കെ നമുക്കറിയാം. ഈ 2 പ്രവചനങ്ങളിലും, നഹൂമിലും സെഫന്യാവിലും, നിനവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത്ര നല്ല അഭിപ്രായമല്ല, വളരെ മോശമായ ഒരു ഇടം എന്നാണ് നഹൂമും സെഫന്യാവുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തെളിവ് നഹൂമിൻ്റെ പുസ്തകം 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളിലും 2-ാം അധ്യായം 10-ാം വാക്യവും 3-ാം അധ്യായം 7-ാമത്തെ വാക്യവും അവിടെ എഴുതിയിരിക്കുന്നു: നിനവെ എന്ന് പറഞ്ഞാൽ കൊള്ള സംഘങ്ങളുടെ നാട്, മേദ്യരാൽ കൊള്ളയടിക്കപ്പെട്ട സ്ഥലം. അങ്ങനെയാണ് നിനവയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. നഹൂമിൻ്റെ പുസ്തകം
3-ാം അധ്യായം 1-ാമത്തെ വാക്യം, രക്തപാതകമുള്ള പട്ടണം, വ്യാജവും കൊള്ളയും നിറഞ്ഞിരിക്കുന്ന ഇടം, അതാണ് നിനവേ എന്ന് പറഞ്ഞാൽ പറയാനൊരു നല്ല വാക്ക് ഈ നിനവയെക്കുറിച്ചില്ല. അത്രയും മോശപ്പെട്ട ഒരു സ്ഥലം, ദുഷ്ടത നിറഞ്ഞ, വഞ്ചന നിറഞ്ഞ, രക്തപാതകം നിറഞ്ഞ, പാഴും ശൂന്യവുമായി കൊള്ള നിറഞ്ഞ ഒരു സ്ഥലം. സെഫന്യാവ് 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിനവേ ഉപമിച്ചിരിക്കുന്നത് ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിൽ സ്ഥലമായിരുന്ന സ്ഥലം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ 2 പ്രവചന പുസ്തകങ്ങളിലും നിനവയെക്കുറിച്ച് അത്ര നല്ലതല്ലാത്ത കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ യോനയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നിനവേ എന്ന നഗരത്തിന് വിളിക്കുന്നത് മഹാനഗരം എന്നാണ്. ദ ഗ്രേറ്റ് സിറ്റി, മഹാനഗരം. ബോധപൂർവമല്ലാതെ യഹൂദന്മാർ അവരുടെ ശത്രു രാജ്യത്തെ അല്ലെങ്കിൽ മറ്റിടങ്ങളെ മോശപ്പെട്ടതെന്നും ദുഷ്ടത നിറഞ്ഞതെന്നും കൊള്ളരുതാത്തതെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു പ്രവണതയിൽ നിന്ന് യോന പ്രവാചകൻ ഈ നിനവേ നഗരത്തെ വിളിക്കുന്നത് മഹാനഗരം എന്നാണ്. ദുഷ്ടതയുടെ പ്രതീകം, രക്തച്ചൊരിച്ചിലിൻ്റെ പട്ടണം, ഒരു ശത്രുരാജ്യം കണക്കെ പരിഗണിച്ചിരുന്ന ഒരു ഇടം മഹാനഗരമായി മാറുകയാണ്. നമ്മൾ ഈ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. പാകിസ്ഥാൻ, പണ്ട് നമ്മൾ ടി വിയിൽ ഈ ക്രിക്കറ്റ് ലൈവൊക്കെ കാണുമ്പോൾ പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എതിരായി കളിക്കുന്നതെങ്കിൽ ഒരു വല്ലാത്ത ആവേശമാണ്. പാകിസ്ഥാനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത വൈരാഗ്യവും പകയും അകലവും ആ രാജ്യത്തോട്, ആ രാജ്യത്തിലെ ജനങ്ങളോട് ഒരു അന്യരെന്ന നിലയിലൊരു ഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ഒരു ചെറിയ ക്രിക്കറ്റ് മത്സരത്തിൽ പോലും ആ ഭാവം നമുക്കുണ്ട്. പാകിസ്ഥാൻ എന്തോ കുഴപ്പം പിടിച്ച ഇടമാണ്, പാകിസ്ഥാനിലെ ആളുകൾ മുഴുവൻ കുഴപ്പക്കാരാണ് എന്നൊരു ഭാവം നമുക്കുണ്ട്. എന്ന് പറയുന്നത് പോലെയാണ് നിനവ എന്ന് പറയുന്നത് ഒരു മഹാ കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് യഹൂദ ബോധ്യത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുകയാണ്. ഇത് മഹാനഗരം, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മഹാനഗരം എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ 1947 മുൻപ് ഈ പറയുന്ന പാകിസ്ഥാനും ഇന്ത്യയും ഏകോദര സഹോദരങ്ങളെപ്പോലെ പല ജാതികളായിരുന്നിട്ടും, പല മതങ്ങളായിരുന്നിട്ടും, പല സംസ്കാരങ്ങളായിരുന്നിട്ടും, പല സംസ്ഥാനങ്ങളായിരുന്നിട്ടും സഹോദരങ്ങളെപ്പോലെ സഹകരിച്ചും സ്നേഹിച്ചും കരുതിയും ജീവിച്ചിരുന്നൊരു ചരിത്രം 47 മുൻപ് നമുക്കുണ്ട്. എന്നാൽ വിഭജിക്കപ്പെട്ടപ്പോൾ, വേർതിരിക്കപ്പെട്ടപ്പോൾ നാം ഈ രാജ്യത്തെ കാണുന്നത് ഒരു ശത്രു രാജ്യം കണക്കെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഒരു ശത്രു രാജ്യത്തെ പോലെ മഹാനഗരത്തെ കണ്ടപ്പോൾ ദൈവം നൽകുന്ന വിശേഷണം മഹാനഗരം എന്നാണ്. ദൈവം നമ്മോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മുടെ ജീവിതത്തിൽ നാമുമായി ബന്ധപ്പെടുന്നത് മാത്രം നല്ലതും ബാക്കിയെല്ലാം കൊള്ളരുതാത്തതും എന്ന ഭാവം നമുക്ക് യോഗ്യമല്ല. ആരും അന്യരല്ല. ദുഷ്ടരെന്നോ ദുഷ്ടനഗരമെന്നോ ഈ നിനവേ യോനയുടെ പുസ്തകത്തിൽ വിളിക്കുന്നില്ല. പകരം അവർക്ക് ചില ദുഷ്ടതരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് അനുതപിക്കാൻ, അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിയുവാൻ അവർക്കൊരു നല്ല മനസ്സുമുണ്ട് എന്നാണ് യോനയുടെ പാഠം. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത നിലവക്കാരെ എല്ലാ ശത്രുതാഭാവങ്ങളും വെടിഞ്ഞ് വീണ്ടെടുക്കുന്ന പുസ്തകമാണ്. മറ്റു ജന്തുജാലങ്ങളും ദൈവസൃഷ്ടിയിലെ സൂക്ഷ്മാണ് പോലും പ്രധാനമെന്ന് കരുതുന്നൊരു ദൈവബോധമാണ് യോനയുടെ പുസ്തകം പങ്കിടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കാൻ കഴിയണം: ആരും അന്യരല്ല, എല്ലാവരെയും ചേർത്തണയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. 2, യോനയുടെ പുസ്തകത്തിൽ ചില അയിത്തങ്ങളൊക്കെ സംഭവിക്കുകയാണ്, ചില അന്യപ്പെടലുകൾ, വേർതിരിവുകൾ. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ചില അയിത്തഭാവങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ആണ്, പെണ്ണ്, വെളുപ്പ്, കറുപ്പ്, പണം, ദാരിദ്ര്യം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊക്കെ അയിത്തങ്ങൾ കൽപ്പിക്കുന്ന ഒരു കാലത്ത് യോനയുടെ പുസ്തകം നമുക്കൊരു പാഠമാണ്. ഈ മത്സ്യത്തിൻ്റെ ഉദരത്തിലാണ് യോന ചെന്ന് പെടുന്നത്. നമുക്ക് ആ ചരിത്രം അറിയാം, ആ സംഭവത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ചെന്ന് വീഴുന്ന യോന, മത്സ്യത്തിൻ്റെ ഉദരം എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് അത് അശുദ്ധിയുടെ ഇടമാണ്. എന്നാൽ ആ മത്സ്യത്തിൻ്റെ ഉദരത്തെ ദൈവ ഇടപെടലിൻ്റെ ഇടമാക്കി ദൈവം മാറ്റുകയാണ്. ആ ഉദരത്തിൽ കിടക്കുമ്പോഴാണ് ദൈവം യോനയോട് ഇടപെടുന്നത്, അതിനെ പവിത്രമാക്കി മാറ്റുന്നത്. ഒരു അൾത്താര കണക്കേ ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ഇടം. യോനയുടെ പുസ്തകം 4-ാം അധ്യായം. യോനെ, നിനവേ നഗരത്തിൻ്റെ നാശം കാണുവാൻ നഗരത്തിന് വെളിയിൽ ചെന്ന് കാത്തിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അകവും പുറവും തമ്മിൽ വേർതിരിവുകളുണ്ട്. പുറം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ, അവരുടെ ഇടമാണ്. വാസ്തവത്തിൽ യോനയ്ക്ക് ഈ നിനവേ എന്ന പട്ടണത്തോട് അനിഷ്ടമായിരുന്നു, അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം യോന ഒരു ഗസ്റ്റാണ്, അതിഥിയായി വന്ന് മറ്റൊരു ദേശത്തെ ഇഷ്ടമില്ലാതെ അതിന് പുറത്തിരിക്കുന്ന കാഴ്ചയാണ് യോനയുടെ പുസ്തകം 4-ാം അധ്യായം. എന്നാൽ അവിടെയാണ് ദൈവവും യോനയും തമ്മിലുള്ള സുദീർഘമായ സംഭാഷണം നടക്കുന്നത്. യോനയെ സംബന്ധിച്ച് നിനവേ എന്ന് പറയുന്നത് ഒരു അശുദ്ധിയുടെ ഇടമാണ്. എന്നാൽ ആ
അവിശുദ്ധ ഇടത്തെ ദൈവീക ഇടപെടലിൻ്റെ വേദിയാക്കി ദൈവം മാറ്റുകയാണ്. അത്തരം ഇടങ്ങളാണ് യോനയിൽ പുതിയ അറിവുകളും ദൈവത്തെക്കുറിച്ചുള്ള ബോധവുമൊക്കെ യോനയിൽ ഉണ്ടാകുന്നത്. നമ്മൾ പവിത്രത കൽപ്പിച്ചിരിക്കുന്ന ചില ഇടങ്ങളുണ്ട്. ചില ഇടങ്ങൾ നമുക്ക് കൊള്ളരുതാത്ത ഇടങ്ങളാണ്. ചില ഇടങ്ങളും വ്യക്തികളുമൊക്കെ ചില സമൂഹങ്ങളുമൊക്കെ നമ്മൾ അയിത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയിട്ടുണ്ട്. ഇത്തരം വേലികളാണ് ദൈവം പൊളിക്കുന്നത് യോനയുടെ പുസ്തകത്തിലൂടെ. നമ്മളിങ്ങനെ അയിത്തം കൽപ്പിച്ചിരിക്കുന്നു, നമ്മൾ ഒരു അയിത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചില വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? നമ്മൾ ചില കുടുംബങ്ങളെ നോക്കി പറയും, നല്ല കുടുംബം, നല്ല കുടുംബം, നല്ല മനുഷ്യർ, അല്ലേ? ഈ ട്രാൻസ്ഫർ സമയമാക്കുമ്പോൾ അച്ഛന്മാർ പറയും നല്ല പള്ളി, അല്ലേ? നല്ല ഭക്തൻ, നല്ല വീട്, നല്ല ആളുകൾ, നല്ല കൂട്ടം. ഇങ്ങനെ നമ്മൾ തന്നെ ചില നല്ലത് എന്ന് വിധിവാചകം ചൊല്ലിയിരിക്കുകയാണ്. നല്ല കുടുംബം, ഒരു കുടുംബത്തെ നോക്കി അത് നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ നമ്മൾക്കാരാണ് അവകാശം തന്നത്? ഒരാളെ നോക്കി ആ ആൾ നല്ല ആളാണോ മോശം ആളാണോ എന്ന് വിധിവാചകം അടിച്ചേൽപ്പിക്കാൻ നമുക്ക് അവകാശം തന്നത് ആരാണ്? ദൈവം നല്ലത് എന്ന് കാണുകയാണ് പ്രധാനം. അല്ലാതെ നമ്മൾ നല്ലത് എന്ന് കാണുന്നത് നമ്മുടെ സ്വാർത്ഥതകൾക്കും നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾക്കുമൊക്കെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ അയിത്തം ദൈവീകമല്ല, ഏതൊരു വേർതിരിവും. നിനവേ പട്ടണത്തിലെ ആളുകളോട് യോന കാണിച്ചൊരു അനിഷ്ടം, അയിത്തം, ഇത് ദൈവീകമല്ല എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ദൈവിക പ്രവൃത്തി. 3, ഒരു പൊയ്മാളം അവിടെ സൃഷ്ടിക്കുകയാണ്. പൊയ്മാളങ്ങൾ നല്ലതല്ല. യോനയുടെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഒരു കുടില് യോന നിർമ്മിച്ച് ആ കുടിലിൽ കാത്തു കഴിയുകയാണ്. പുറത്തെന്ത് സംഭവിക്കും, ഈ നിനവേ നഗരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ഒരു കുടിലിൽ അതിൻ്റെ തണലിൽ പാർത്തിരിക്കുന്ന യോന. ഇതാണ് യോനയുടെ പുസ്തകം 4-ാം അധ്യായം. നമ്മുടെ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ് യോന. യോനയെ നിയോഗിച്ചത് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാൻ. യോനയെ പറഞ്ഞു വിട്ടത് അജ്ഞാതമായ അറിവില്ലാത്ത ആളുകളിലേക്ക് അവരുടെ അന്ധകാരത്തെ അകറ്റാൻ. യോനയെ നിയോഗിച്ചത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി മഹാനഗരത്തിൽ വെളിപ്പെടുത്താൻ. പക്ഷേ യോന അവിടെ ചെന്നപ്പോൾ ഒരു കുടിൽ കെട്ടി ഗ്യാലറിയിലിരുന്ന് ഈ നഗരത്തിൻ്റെ നാശം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ മാളം നിസ്സംഗമായി നിഷ്ക്രിയമായി തണൽ തേടിയ യോന. തണൽ തീർക്കുന്നവനാണ് ദൈവം, തണൽ രൂപപ്പെടുത്തി നൽകുന്നവനാണ് നമ്മുടെ ദൈവം. പക്ഷെ നമ്മളുണ്ടാക്കുന്ന ചില തണലുകൾ നമ്മുടെ രക്ഷയ്ക്ക് വന്നു എന്ന് വരികയില്ല. അപ്പോൾ ഈ കുടിൽ കെട്ടി അതിൻ്റെ തണൽ കാംക്ഷിച്ച യോനയ്ക്ക് ദൈവം ആവണക്ക് സമ്മാനിക്കുകയാണ്. ആവണക്ക് വൃക്ഷം തണലേകാൻ വേണ്ടി, സൂര്യതാപം തടുക്കുവാൻ ആവണക്കിൻ്റെ മേലാപ്പ് ദൈവകരുതലിൻ്റെ സംരക്ഷണത്തിൻ്റെ സൂചനയാണ് ആവണക്ക്. യോന നിർമ്മിച്ച കുടിൽ യോനയ്ക്ക് തണൽ നൽകിയില്ല. യോന രൂപപ്പെടുത്തിയ തണൽ യോനയെ സംരക്ഷിച്ചില്ല. യോന നിർമ്മിച്ചത് വേർതിരിവിൻ്റെയും കനൽക്കാറ്റിൻ്റെയും അപകടകരമായ കുടിൽ ആയിരുന്നു. പക്ഷേ ദൈവം സൃഷ്ടിച്ച ആവണക്ക് യോനയ്ക്കൊരു തണലായി മാറുക എന്നതിലുപരി ഒരു താക്കീതായി മാറി എന്നതാണ് വേദവചനം നമുക്ക് നൽകുന്ന പാഠം. ദൈവം ആവണക്ക് നൽകിയപ്പോൾ അത് യോനയ്ക്കൊരു താക്കീതായി മാറി. ആവണക്ക് നൽകുന്ന വൃക്ഷത്തണൽ പുതിയ ദർശനങ്ങളിലേക്ക് യോനയെ, പുതിയ പരിവർത്തനത്തിലേക്ക് ഒരു പാഠശാല പോലെ ആവണക്കിൻ്റെ കീഴെ യോനയുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. നമ്മൾ വായിക്കുന്നു, നിനവേക്കാർ അനുതപിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഷ്ടതകളോർത്ത് ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുഴപ്പങ്ങൾ, സാരമായ പാപങ്ങളോർത്ത് അനുതപിക്കുന്നു എന്ന് പറഞ്ഞ് ജനം അനുതപിക്കുകയാണ്. പക്ഷേ യോനയ്ക്ക് ഒരു രൂപാന്തരം വരുന്നില്ല. കുടിലിൽ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നു. പക്ഷേ നിനവേക്കാർ, ആളുകൾ ദുഷ്ടത വിട്ട് പിന്മാറുന്നു. യോന ഇപ്പോഴും ഹൃദയത്തിൽ ദുഷ്ടത നിരൂപിച്ച് നിനവേ നഗരത്തിൻ്റെ നാശം കാത്തിരിക്കുകയാണ്. പൊയ്മാളത്തിൽ നിന്ന് പരിവർത്തനത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്നതാണ് ആത്മീയത. ഈ ആലയം ഒരു തണലാണ്, ദൈവം നമുക്ക് കൽപ്പിച്ചു നൽകിയ തണൽ. ഈ ആലയം ഒരു തണലാണ് എന്നതുകൊണ്ട് തന്നെ ഈ ആലയം ഒരു താക്കീതുമാണ്. ഈ ആലയം ഒരു താക്കീതാണ്. എന്തിൻ്റെ താക്കീത്? പാപം അരുതേ എന്നതിൻ്റെ താക്കീത്. ദൈവവിചാരത്തിൽ നിന്ന് അകന്നു പോകരുതേ എന്ന താക്കീത്. ദൈവസ്നേഹത്തിൽ എല്ലാവരും ഉൾപ്പെടുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ. ആലയം ഒരു തണലാണ്, തണലിനൊപ്പം ഒരു താക്കീതുമാണ്. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ ആ സംഭവം കാണും. ഒരു പുഴു ആവണക്കിനെ കുത്തി, അത് വാടിപ്പോയി. തണൽ പോയത് മാത്രമല്ല, ഉഷ്ണക്കാറ്റ് കൊണ്ട് ഉലയുന്നു. അങ്ങനെ വന്നപ്പോഴാണ് യോന മരണം ആഗ്രഹിച്ചത്. തണലും പോയി, ചൂടും ഏറുന്നു, കാറ്റിൻ്റെ പ്രതികൂലവും എല്ലാം കൂടി തളം കെട്ടി നിന്നപ്പോൾ യോന മരിച്ചാൽ കൊള്ളാം എന്നാഗ്രഹിച്ചു. ഒരു പുഴുക്കുത്ത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ സഭകളെയും ഒക്കെ വല്ലാതെ രോഗാതുരമാക്കും. പുഴുക്കുത്ത്
നിനവേ രോഗാതുരമായിരുന്നു. പുഴുക്കുത്തുകൾ മാറണം, സൗഖ്യം വരണം. വ്യക്തിപരമായി നമുക്ക് സൗഖ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം, ദൈവമേ എൻ്റെ സഭയ്ക്ക് സൗഖ്യം നൽകണമേ, എൻ്റെ സമൂഹത്തിന് സൗഖ്യം നൽകണമേ, ഞാനായിരിക്കുന്ന എൻ്റെ ദേശത്തിന് സൗഖ്യം നൽകണമേ. ചില പുഴുക്കുത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ തണലുകൾ നശിപ്പിക്കാൻ ഇന്നും സജീവമാണ് എന്ന് സാരം. സഭ ദേശത്തിൻ്റെ സൗഖ്യത്തിന് കാരണമാകണം. ആരോഗ്യകരമായ ഒരു വ്യക്തിത്വത്തിലേക്ക് ദൈവം യോനയെ വിളിക്കുന്നു. ആലിൻ ഷെറിൻ, ആ 10 മാസമുള്ള ചെറിയ കുഞ്ഞിനെ വെച്ചുകൊണ്ട് നിൽക്കുന്ന മാതാപിതാക്കളുടെ ചിത്രമാണ് മിക്കവാറും സോഷ്യൽ മീഡിയയിൽ, ചാനലുകളിലൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ആ കുടുംബത്തിലൊരു കാർ അപകടമുണ്ടായി. നമ്മുടെ CSI സഭാംഗങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ കുഞ്ഞ് ഈ അപകടത്തിൽപ്പെട്ട് ബ്രെയിൻ ഡെത്തായി പോയി. നമ്മളെല്ലാവരും ആ സംഭവം ശ്രദ്ധിച്ചു കാണും. പക്ഷേ ഈ കുഞ്ഞ് മരണപ്പെട്ടതിലപ്പുറമുള്ള വേദന മറ്റൊരു തീരുമാനം എടുക്കുന്നതിൽ അവർ അനുഭവിക്കുന്നുണ്ട്. ആ വേദന മറ്റൊന്നുമല്ല, കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അവർ തീരുമാനിച്ചു. 10 മാസമുള്ള ചെറിയ കുഞ്ഞിൻ്റെ അവയവങ്ങൾ മറ്റ് 4-5 കുഞ്ഞുങ്ങൾക്ക് സഹായകരമാം വിധം ഈ ചെറിയ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഒന്നൊന്നായി അവരിങ്ങനെ ദാനം ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയാണ് ആലിൻ കൊച്ചുകുഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ മടങ്ങിപ്പോയത്. ആ കുടുംബത്തെ ഓർത്ത് അഭിമാനിക്കുകയാണ്. 10 മാസമുള്ളൊരു കുഞ്ഞിനെ മറ്റനേകരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പകർത്ത് നൽകുകയാണ്. ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി, ശരിക്കും ഈ കുഞ്ഞിലൂടെ യേശു ഈ ഭൂമിയിലേക്ക് വന്നതാണോ? യേശു തൻ്റെ ശരീര രക്തങ്ങൾ ഇങ്ങനെ പകർത്തു നൽകിയതുപോലെ, യേശു തൻ്റെ ജീവിതത്തെ ഇങ്ങനെ പങ്കിട്ട് നൽകിയതുപോലെ ഒരു കുഞ്ഞ് മാലാഖ മറ്റുള്ളവർക്ക് വേണ്ടി പകർത്തു നൽകി. 10 മാസമുള്ളൊരു കുഞ്ഞ്. ഉപസംഹരിക്കട്ടെ, ആരും അന്യരല്ല. ദൈവസ്നേഹത്തിൽ എല്ലാവരും ദൈവത്തിൽ ഒന്നാണ്. 2, ഐത്വം ദൈവികമല്ല. ഏതൊരു തരത്തിലുള്ള വേർതിരിവുകളും ദൈവവിരോധമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 3, പൊയ്മുഖങ്ങൾ, പൊയ്മാളങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്നതല്ല. ദൈവം നമുക്ക് ആശ്വാസം നൽകുമ്പോൾ, ദൈവം നമുക്ക് തണൽ നൽകുമ്പോൾ, ആ തണൽ നമ്മുടെ സുഖത്തിനും സ്വന്തം സ്വാർത്ഥതയ്ക്കും വേണ്ടിയുള്ള നിഷ്ക്രിയമായ നിസ്സംഗമായ സാഹചര്യമല്ല ഉണ്ടാകേണ്ടത്. ദൈവം എനിക്ക് നൽകിയ തണൽ എൻ്റെ ജീവിതത്തിന് നൽകിയ താക്കീതാണ്. ദൈവം എനിക്ക് നൽകിയ ആശ്വാസം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ താക്കീതാണ്. എനിക്ക് ദൈവം നൽകിയ സൗഖ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ താക്കീതാണ്. ആരെയും വേർതിരിക്കാനും അകറ്റി നിർത്താനും ഏതൊരു കാരണത്തിന് വേണ്ടിയും വിവേചനങ്ങളും വേർതിരിവുകളും അകലങ്ങളും സൃഷ്ടിക്കാനും നമുക്ക് അവകാശമില്ല. ഈ പുസ്തകം, യോനയുടെ പുസ്തകം അവസാനിക്കുന്നത് ഒരു ചോദ്യത്തോടു കൂടിയാണ്. ഈ പുസ്തകത്തിൻ്റെ സൗന്ദര്യം അതാണ്. സാധാരണ എല്ലാ പുസ്തകങ്ങളും ചില ഉത്തരങ്ങളോട് കൂടിയൊക്കെയാണ് അവസാനിക്കുന്നത്. എന്നാൽ ഈ പുസ്തകത്തിന് മാത്രം ഒരു സമാപനമില്ല. ഒരു ചോദ്യം ചോദിച്ച് നിർത്തുകയാണ്. ഒരു ചോദ്യം ചോദിച്ച് നിർത്തുന്നു. പലപ്പോഴും ഉത്തരങ്ങളെക്കാൾ ചോദ്യങ്ങൾക്കാണ് കരുത്ത്. ദൈവത്തിൻ്റെ ചോദ്യം വല്ലാതെ നമ്മെ ഉലയ്ക്കുന്ന ചോദ്യം. ദൈവം മുമ്പും ശേഷവും പലയിടങ്ങളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളെല്ലാം വാരിക്കൂട്ടുന്നു, നിങ്ങൾ സമ്പാദിക്കുന്നു, നിങ്ങളെല്ലാം കവർന്നു കൂട്ടുന്നു, എല്ലാം നിങ്ങൾ സ്വരൂ കൂട്ടുന്നു. ഈ ഒരുക്കി വെച്ചത് ആർക്കാകും? ഈ ഒരുക്കി വെച്ചത് ആർക്കാകും? ഒരു ബിഷപ്പ്, ഒരു 3-4 മാസം ആയതേ ഉള്ളൂ ഒരു ബിഷപ്പ് സ്ഥാനം ഏറ്റെടുത്തിട്ട്. അദ്ദേഹം ഇന്നലെ മരണമടഞ്ഞു. കുറച്ച് ദിവസമേ ആയുള്ളൂ. ഈ ഒരുക്കി വെച്ചത് ആർക്കാകും? ആ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമായുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ?